എല്ലാവർക്കും നമസ്കാരം. CC ബാങ്ക് എക്സാം ചാനലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷൈജു. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, നമുക്കറിയാം 2025 അവസാനം മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിലെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ ഈ ഒരു സ്ലോട്ടില് നമ്മൾ 29-ാം തീയതി, അതായത് ഡിസംബർ മാസം 29-ാം തീയതി നമ്മളൊരു പരീക്ഷ എഴുതി. അതിനുശേഷം ജനുവരി 4, തുടർന്ന് 11, ഈ 2 ഘട്ടങ്ങൾ കൂടി പരീക്ഷ എഴുതി. അപ്പൊ മൊത്തത്തില് 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ പരീക്ഷ നിലവിൽ എഴുതി മാറിയിരിക്കുന്നത്. 4ാമത്തെ ഘട്ടം 18-ാം തീയതി നടന്നിരിക്കുകയാണ്. അങ്ങനെ 18-ാം തീയതി ഒരു ഘട്ട പരീക്ഷ കൂടി നമ്മുടെ മുമ്പിൽ നിന്നും കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ 18-ാം തീയതിയിൽ നടന്ന CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്ക് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ആ 10 ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മള് ഇതിനു മുമ്പ് 3 ഘട്ട പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ആദ്യ 2 ഘട്ട പരീക്ഷയിലെ മാത്സിനകത്ത് നിന്നും 4 ചോദ്യങ്ങളും റീസണിങ്ങിനകത്തു നിന്നാണ് 6 ചോദ്യങ്ങൾ ചോദിച്ചതെങ്കിൽ, നമ്മൾ 3ാം ഘട്ടത്തിലേക്ക് പോയ സമയത്ത് നേരെ തിരിച്ച് മാത്സിനകത്ത് നിന്നും 6 ചോദ്യങ്ങളും റീസണിങ്ങിനകത്ത് നിന്ന് 4 ചോദ്യങ്ങളും മാത്രമേ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളൂ. ഇനി 4ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ, അതായത് 18-ാം തീയതി എഴുതിയ പരീക്ഷയ്ക്ക് ഇതേപോലെ തന്നെ മാത്സിനകത്ത് നിന്നും 6 ചോദ്യങ്ങൾ ചോദിക്കുകയും റീസണിങ്ങിനകത്ത് നിന്ന് 4 ചോദ്യങ്ങൾ മാത്രമേ വന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ചോദ്യങ്ങളുടെ എല്ലാം നിലവാരം ഏകദേശം ഒരുപോലെയാണ്. അതായത് ഒരുപാട് ഡിഫിക്കൽട്ട് ഉള്ള ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ 4 ഘട്ട പരീക്ഷകളുടെയും മാത്സിലെ ചോദ്യങ്ങളുടെ ഒരു നിലവാരം വെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും എങ്ങനെയാണ് ചോദിച്ചതെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇപ്പൊ നമ്മള് 18-ാം തീയതിയിലെ ചോദ്യം എടുത്തു കഴിഞ്ഞാൽ, എടാ കുഞ്ഞുങ്ങളെ, മൊത്തത്തില് ആ 10 ചോദ്യങ്ങളിലെ മാത്സിനകത്ത് നിന്നും 6 ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. റീസണിങ്ങിനകത്ത് നിന്നും 4 ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ആ മാത്സിനകത്തെ 6 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, എടാ, 1ാമത്തെ ചോദ്യം റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ്. നമ്മൾ ക്ലാസ്സിലെ ലൈവ് ക്ലാസ്സിലെ കൃത്യമായിട്ട് പറഞ്ഞു തന്നതാണ്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനകത്ത് നിന്ന് 2 ചോദ്യം ചോദിക്കാനാണ് ചാൻസ്. അതിലൊന്ന് പേഴ്സൺ കൊയിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം, 2ാമത്തത് മിക്സ്ചറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. പക്ഷെ പരീക്ഷയ്ക്ക് നേരെ പക്കയായിട്ട് അത് പേഴ്സിന്റെയും കോയിന്റെയും ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. 2ാമത്തത് ടൈം ആൻഡ് വർക്ക് പഠിപ്പിച്ചതാണ്, കൃത്യമായിട്ട് കറക്റ്റായിട്ട് ചോദ്യം പറഞ്ഞു തന്നതാണ്, അതും കൃത്യമായിട്ട് ചോദിച്ചു. പെർസെന്റേജിനകത്ത് നിന്ന് 2 ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന 2 ചോദ്യങ്ങൾ. അതേപോലെ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു. പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്ത് നിന്നും ഒരു ചോദ്യം ചോദിച്ചു. ഇങ്ങനെ മാത്സിനകത്തെ 6 ചോദ്യങ്ങളും റീസണിങ്ങിനകത്ത് നിന്നും ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു. അതേപോലെ നമ്പർ സീരീസുമായിട്ട് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളത് നമ്പർ സീരീസ് ആയിരുന്നു. നമ്പർ സീരീസിനകത്ത് ഒരു ചോദ്യം ചോദിച്ചു. അതേപോലെ വേർഡ് അനലോഗിയുമായിട്ട് ബന്ധപ്പെട്ട, അത് വളരെ സിമ്പിൾ ആയിരുന്നു. അതായത് ആദ്യമേ 2 വാക്ക് തന്നിട്ട് ഒരു 4 കുത്ത് തന്നിട്ട് 3ാമതൊരു വാക്ക് തന്നു. ആദ്യത്തെ വാക്കിൽ നിന്ന് 2ാമത്തെ വാക്കിലേക്ക് നിങ്ങൾ എങ്ങനെയാണോ എത്തിയിരിക്കുന്നത്, ആ ഒരു ഐഡിയ നിങ്ങൾക്ക് 3ാമത്തിനകത്ത് ഉപയോഗിച്ച് 4ാമത്തെ വാക്ക് കിട്ടുന്ന രീതിയിലുള്ള വളരെ സിമ്പിൾ ചോദ്യം. പിന്നെ നമുക്ക് ചോദിച്ചത് കലണ്ടറിനകത്തുനിന്ന് ഒരു ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഇങ്ങനെ 10 ചോദ്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നത്. എല്ലാവർക്കും 9 മാർക്ക് ഉറപ്പായിട്ടും അടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. നമ്പർ സീരീസിനകത്തെ ആ കൺഫ്യൂഷൻ കൂടി ഒഴിവാക്കിയാൽ മക്കളെ ഉറപ്പായിട്ടും 10 മാർക്ക് വാങ്ങിക്കാൻ ചാൻസ് ഉള്ള നല്ലൊരു ചോദ്യം പേപ്പറാണ് 18-ാം തീയതി നിങ്ങളുടെ മുമ്പിൽ വന്നത്. അപ്പൊ മാത്സിന്റെ കാര്യത്തില് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ മാത്രം കണ്ടുകൊണ്ട് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഉറപ്പായിട്ടും മാത്സിനകത്ത മുഴുവൻ മാർക്കും വാങ്ങിക്കാൻ പറ്റും. റീസണിങ് പിന്നെ നമ്മുടെ ഒരു യുക്തിപരമായിട്ടുള്ള കാര്യമാണ്, അത് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആ 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1ാമത്തെ ചോദ്യം ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. കല, വോക്ക്ഡ്, 10 കിലോമീറ്റർ, ഇങ്ങനെ ഒരു ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണോ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്? ആണെങ്കിൽ ക്വസ്റ്റ്യൻ പോലും വായിക്കരുത്. ക്വസ്റ്റ്യൻ പോലും വായിക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആ 4 ഡയറക്ഷൻ വൃത്തിയായിട്ട് അങ്ങ് വരയ്ക്കുക. അതാണ്ടേ 4 ഡയറക്ഷൻ നന്നായിട്ട് അങ്ങ് എഴുതി വെച്ചു.
ഏതൊക്കെയാ? നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, 4 ഡയറക്ഷൻ കൃത്യമായിട്ട് നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇത് നമുക്കറിയാം. നമ്മൾ പറയും റൈറ്റ് എന്ന് പറഞ്ഞ ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് എന്ന് പറഞ്ഞ ആന്റി ക്ലോക്ക് വൈസ്. ഇത് മാത്രം അറിഞ്ഞാൽ മതി, വേറൊന്നും വേണ്ട. അതാണ്ടേ നോക്കിക്കോണേ. കല walked 10 കിലോമീറ്റർ വെസ്റ്റ് ഫ്രം ഹോം. വീട്ടിൽ നിന്നും 10 കിലോമീറ്റർ വെസ്റ്റിലേക്ക് നടന്നു. ദാണ്ടേ നോക്കിക്കോണേ, ഇതാണ് കലയുടെ വീട്. 10 കിലോമീറ്റർ വെസ്റ്റിലേക്ക് നടന്നു, പടിഞ്ഞാറോട്ട് ഇങ്ങോട്ട് 10 കിലോമീറ്റർ വെസ്റ്റിലേക്ക് നടന്നു. അപ്പൊ ഇപ്പൊ അവൾ നോക്കുന്നത് വെസ്റ്റിലേക്കാണ്. അതിനുശേഷം ലെഫ്റ്റ് തിരിഞ്ഞിട്ട് 3 കിലോമീറ്റർ നടന്നു. മക്കളെ, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് അല്ലേടാ. അപ്പോൾ വെസ്റ്റിന്റെ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ സൗത്ത് അല്ലേ? സൗത്തിലേക്ക് 3 കിലോമീറ്റർ നടന്നു. സൗത്തിലേക്ക് 3 കിലോമീറ്റർ നടന്നു. തെക്കോട്ട് താഴോട്ട് 3 കിലോമീറ്റർ നടന്നു എന്നർത്ഥം. കഴിഞ്ഞു. ഇപ്പോൾ അവൾ നോക്കുന്നത് സൗത്തിലാണെന്ന് മനസ്സിലായി. അവിടെ നിന്നും വീണ്ടും ലെഫ്റ്റിലേക്ക് 2. ലെഫ്റ്റ് എന്ന് പറഞ്ഞാല് ആന്റി ക്ലോക്ക് വൈസ് ആണ്. സൗത്തിന്റെ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ആണ്. ഈസ്റ്റിലേക്ക് 2 കിലോമീറ്റർ. ഈസ്റ്റ് എന്ന് പറയുമ്പോൾ കിഴക്കോട്ട് കണ്ടേ, അങ്ങോട്ട് 2 കിലോമീറ്റർ. അപ്പൊ ഇപ്പൊ അവൾ നോക്കുന്നത് ഈസ്റ്റിലേക്കാണെന്ന് മനസ്സിലായി. ദെൻ വീണ്ടും റൈറ്റ് തിരിഞ്ഞ് 3 കിലോമീറ്റർ. റൈറ്റ് എന്ന് പറഞ്ഞാല് സ്വാഭാവികമായിട്ടും ക്ലോക്ക് വൈസാ. റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസാ. അപ്പൊ ദാണ്ടേ ഇപ്പോൾ അവൾ നോക്കുന്നത് ഈസ്റ്റിലേക്കാണ്. അവിടുന്ന് റൈറ്റ് എന്ന് പറഞ്ഞ ക്ലോക്ക് വൈസ്, റൈറ്റ് എന്ന് പറഞ്ഞ ക്ലോക്ക് വൈസാ. അപ്പോൾ ഈസ്റ്റിന്റെ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാല് സൗത്ത് അല്ലേ? സൗത്തിലേക്ക് 3. ദാണ്ടേ സൗത്ത് എന്ന് പറഞ്ഞാൽ താഴോട്ട്, ദാണ്ടേ താഴോട്ട് 3. ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഈ ഒരു പോയിന്റിലാണ് ഇപ്പോൾ അവൾ നിൽക്കുന്നത്. ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി കിലോമീറ്റർ ഈസ് കല നൗ ഫ്രം ഹോം? കല ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അവളുടെ വീട്ടിലേക്കുള്ള ദൂരം എത്ര എന്നാണ് ചോദ്യം. കല ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അവളുടെ വീട്ടിലേക്കുള്ള ദൂരം എത്രയാണെന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചത്. ദാണ്ടാ ഈ 2 പോയിന്റുകൾക്കിടയിലുള്ള കണ്ടോ അകലം, അതായത് ആ ഡോട്ട് ഇട്ട് നിർത്തിയിരിക്കുന്ന ലൈൻ ഉണ്ടല്ലോ, അതിന്റെ നീളം എത്രയാണെന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും ചരിഞ്ഞു കിടക്കുന്ന ഒരു വര ആയതുകൊണ്ട് പൈതഗോറസ് സിദ്ധാന്തം അല്ലെങ്കിൽ പൈതഗോറസ് തിയറം ഉപയോഗിക്കണം. ആ ചരിഞ്ഞു കിടക്കുന്ന വരയെ ഹൈപ്പഡ്ന്യൂസ് ആയിട്ട് പരിഗണിക്കണം. ഹൈപ്പഡ്ന്യൂസിന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസിന്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ, അല്ലെങ്കിൽ ഹൈപ്പഡ്ന്യൂസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. സ്വാഭാവികമായിട്ടും എടാ കുഞ്ഞുങ്ങളെ ദാണ്ടേ ഇത് 3 ആയതുകൊണ്ട് ദാണ്ടേ ഈ നീളവും 3 തന്നെ ആയിരിക്കത്തില്ലേ? ഈ നീളം 3. അപ്പൊ ഇതും ഓട്ടോമാറ്റിക് ആയിട്ട് 3. അപ്പൊ ഇത് മൊത്തവും കൂടെ എത്രയായി? 3 3 6. കണ്ടോ, ഈ ഒരു ഫുൾ നീളം എന്ന് പറയുന്നത് 6 എന്ന് വരും. ദാണ്ടേ ഇത് 2 ആയതുകൊണ്ട് ഇതും 2 ആണ്. ഇത് മൊത്തം 10 ആണ്. അതിൽ ഇത്രയും 2 ആണെങ്കിൽ ബാക്കി സ്വാഭാവികമായിട്ട് ഇത് 8 ആണെന്ന് മനസ്സിലായില്ലേ? 8 ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് വേണ്ടത് ദാണ്ടേ ആ ട്രയാങ്കിൾ മനസ്സിൽ കൊണ്ടുവരിക. അതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലായി. ആ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഹൈപ്പഡ്ന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഹൈപ്പഡ്ന്യൂസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഇക്വേഷൻ റൂട്ട് ഓഫ് ബേസിന്റെ സ്ക്വയർ. ബേസ് എന്ന് പറഞ്ഞാൽ 8 അല്ലേടാ? അപ്പോൾ സ്വാഭാവികമായിട്ടും 8ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 അല്ലേ? പ്ലസ് റൂട്ട് ഓഫ് ബേസിന്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 6. 6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36. 64ഉം 36ഉം കൂടെ കൂട്ടിയാൽ 100 അല്ലേ? മക്കളെ 100ന്റെ റൂട്ട് എത്ര? 100ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 10. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. എല്ലാവർക്കും ആൻസർ കിട്ടിക്കാണും. വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു. സോ ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. റൈറ്റ് എന്ന് പറഞ്ഞ ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് എന്ന് പറഞ്ഞ ആന്റി ക്ലോക്ക് വൈസ്. എന്തായാലും ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു പ്ലേലിസ്റ്റ് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് യൂട്യൂബ് നമ്മുടെ ചാനലിനകത്ത്. നിങ്ങൾ ആ ചാനലിനകത്ത് പോയിട്ട്
ആ 4 വീഡിയോ കണ്ടാൽ പോലും ഉറപ്പായിട്ട് ഈ ഒരു മാർക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമായിരുന്നു. ഇതാണ് ചോദിച്ച ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാകുക. എനിക്ക് തോന്നുന്നതാണ്. ബാക്കിയുള്ള 9 ചോദ്യങ്ങൾ എളുപ്പമായിരുന്നു. ഈ ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും. 7 12 12 32 32 105 അതായത് ഗ്രാജുവൽ ആയിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗ്രാജുവൽ ആയിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതൊരു മൾട്ടിപ്ലിക്കേഷൻ സീരീസിന്റെ പാറ്റേണിൽ ആയിരിക്കും എന്ന് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കണം. അല്ലാതെ ഒരിക്കലും ഡിഫറൻസ് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അഡീഷൻ നടത്തിയത് കൊണ്ടോ ഇത്രയും ഗ്രാജുവൽ വർധനവ് നമുക്ക് കിട്ടത്തില്ല. ഉറപ്പായിട്ടും മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം എന്താ, 32 പെട്ടെന്ന് 100 മാറി. അപ്പൊ 100 എന്തായാലും വലിയൊരു നമ്പറിലേക്ക് ചാടാൻ പോകുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ഉറപ്പായിട്ടും ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ സീരീസിലേക്ക് പോകുന്ന ഒരു പ്രോബ്ലം ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതാണ്ടേ 7 എങ്ങനെയാണ് 12 ആയെന്ന് ആലോചിക്കണം. അപ്പൊ നമുക്കറിയാം നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് 7ന്റെ കൂടെ 5 കൂട്ടുമ്പോഴാണ് 12 വരുന്നത് എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പൊ 7ന്റെ കൂടെ 5 കൂട്ടുമ്പോഴാണ് 12 വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. ആ 12നെ നമുക്ക് 1 കൊണ്ട് ഗുണിച്ചാൽ 12നെ 1 കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടും എന്നും മനസ്സിലായി. 7ന്റെ കൂടെ 5 കൂട്ടുമ്പോൾ 12 കിട്ടും. അതിനെ 1 കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടുമല്ലോ. ഓക്കെ, ഇനി ആ 12 എങ്ങനെയാണ് 32 ആയത്? മക്കളെ 12ന്റെ കൂടെ എടാ 4 കൂട്ടിയാൽ 12 4 16 അല്ലേടാ, അല്ലേ? ആ 16നെ 2 കൊണ്ട് ഗുണിച്ചാൽ സിമ്പിൾ ആയിട്ട് 32 കിട്ടിയില്ലേ? ഇപ്പം നമുക്ക് ആ ഓർഡർ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. 5 കൂട്ടി 4 കൂട്ടി, അപ്പൊ സ്വാഭാവികമായിട്ട് 3 കൂട്ടണം, അങ്ങനെ പോണം. 1 കൊണ്ട് ഗുണിച്ചു, 2 കൊണ്ട് ഗുണിച്ചു, 3 കൊണ്ട് ഗുണിച്ചു, അങ്ങനെ പോകുന്ന ഒരു സീരീസ് ആണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ടേ 32 105 ആയിട്ട് മാറി. ഇതും കൂടെ വർക്കൗട്ട് ആവുകയാണെങ്കിൽ സെറ്റ്, രക്ഷപ്പെട്ടു. അപ്പോൾ 32ന്റെ കൂടെ നിങ്ങൾ എത്ര കൂട്ടേണ്ടത്? 5 കൂട്ടി 4 കൂട്ടി, സ്വാഭാവികമായിട്ടും 3 അല്ലേടാ കൂട്ടേണ്ടത്. 32ന്റെ കൂടെ 3 കൂട്ടിയാൽ എത്ര? 32ന്റെ കൂടെ 3 കൂട്ടിയാൽ 35 അല്ലേ? ആ 35നെ നിങ്ങൾ 3 കൊണ്ട് ഗുണിച്ചാൽ 35നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ കറക്റ്റായിട്ട് 105 വരുന്നുണ്ട്. അപ്പൊ രക്ഷപ്പെട്ടു, കറക്റ്റായി. അങ്ങനാണെങ്കിൽ ആ 105ന്റെ കൂടെ എത്ര കൂട്ടേണ്ടത്? 105ന്റെ കൂടെ 5 കൂട്ടി 4 കൂട്ടി 3 കൂട്ടി, അങ്ങനെ കണ്ടോ, 5 കൂട്ടി 4 കൂട്ടി 3 കൂട്ടി. അപ്പൊ സ്വാഭാവികമായിട്ടും 2 കൂട്ടേണ്ടത്. മാത്രമല്ല അതിനുശേഷം 1 കൊണ്ട് ഗുണിച്ചു, 2 കൊണ്ട് ഗുണിച്ചു, 3 കൊണ്ട് ഗുണിച്ചു, അടുത്തത് 4 കൊണ്ടാണ് ഗുണിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. നോക്കിക്കേ, 105ന്റെ കൂടെ 2 കൂട്ടിയാൽ 107 എന്ന് വരും. എടാ 107നെ 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാല് 7 4 28, 1 4 4 428, 4 2 8. ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. ബാക്കിയുള്ള പഴയ ചോദ്യം പോലെ അല്ല ഇത്. സ്വാഭാവികമായിട്ടും ഒരു സമയം എടുത്തുകൊണ്ട് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവത്തില്ല. പക്ഷെ എന്നാലും സമയം എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ കിട്ടാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്ടേ, ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്. കാരണം എന്താ പറയുക, മൈൽഡ് എന്ന് പറയുന്ന വാക്കാണ് NKOH ആയിട്ട് മാറിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഗേറ്റ് എന്ന് പറയുന്ന വാക്ക് അതിനോട് ഇക്വലന്റ് ആയിട്ട് വരുന്ന വാക്ക് വേർഡ് അനലോഗിയാണ്. മലയാളത്തിലെ സമാന ബന്ധം എന്ന് പറയും. മലയാളത്തിലെ സമാന ബന്ധം ഇംഗ്ലീഷിലെ വേർഡ് അനലോഗി എന്ന് പറയും. നോക്കിയേ, MN ആയിട്ട് മാറി. അതായത് 1 കൂട്ടിയാൽ മതിയല്ലോ. MNOPQ 1 കൂട്ടണം. അപ്പൊ മക്കളെ ജിയുടെ കൂടെ 1 കൂട്ടിയാൽ എത്ര? EFGH അല്ലേടാ? അപ്പൊ ഉത്തരത്തിന്റെ തുടക്കം H ആണെന്ന് മനസ്സിലായില്ലേ? ഉത്തരത്തിന്റെ തുടക്കം H ആണെങ്കിൽ നമുക്ക് ഈ തങ്ങ് കളഞ്ഞൂടെ? കാരണം ഉത്തരത്തിന്റെ തുടക്കം എന്തായാലും H അല്ലേ? അപ്പൊ C ഓപ്ഷൻ വെട്ടിക്കളഞ്ഞല്ലോ. ഓക്കെ, കഴിഞ്ഞു. എടാ I എന്ന് പറയുന്നത് K ആയിട്ട് മാറി. നിങ്ങൾ കൈ നോക്കിക്കേ, IJK. I കഴിഞ്ഞ് രണ്ടാമത്തെ അക്ഷരമല്ലേ K? അപ്പൊ സ്വാഭാവികമായിട്ടും A കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ അക്ഷരം ഏതാ? BC. C ആണ്. ഉത്തരത്തിന്റെ രണ്ടാമത്തെ അക്ഷരം C ആണ്. അപ്പൊ ഇതല്ല, ഇതുമല്ല, ദാണ്ടേ ഇതാണ് ആൻസർ. സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്ത് കളഞ്ഞൂടെ? ബാക്കി പിന്നെ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ഉത്തരത്തിന്റെ രണ്ടാമത്തെ അക്ഷരം C ആണെങ്കിൽ
പിന്നീട് അങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു 5 സെക്കൻഡിൽ താഴെ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഒറ്റ ഒരു മാർക്ക് അടിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അതാണ്ട് അടുത്തത് ആണ്ടേ, ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച ക്വസ്റ്റ്യനാ. പലതവണ 6 or 7 ചോദ്യങ്ങൾ പേഴ്സ് കോയിൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് തവണ ക്ലാസ്സിൽ പഠിപ്പിച്ച ക്വസ്റ്റ്യനാ. ആണ്ടേ, ഞാൻ അതിന്റെ മെത്തേഡൊക്കെ കൃത്യമായിട്ട് നിങ്ങളെ എഴുതി പഠിപ്പിച്ചതാ 3-4 തവണ. ഏതൊക്കെ കോയിനാ ഉള്ളത്? 1 രൂപയുണ്ട്, 50 പൈസയുണ്ട്, 25 പൈസയുണ്ട്. ആ ഓർഡറിൽ അങ്ങ് എഴുതാം. ആണ്ടേ, 1 രൂപയുണ്ട്, 50 പൈസയുണ്ട്, അതേപോലെ 25 പൈസ. ഇതൊക്കെയാണ് നമ്മുടെ കോയിന്റെ ഡിനോമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പേഴ്സും കോയിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ കോയിന്റെ ഡിനോമിനേഷൻ എഴുതുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. 1 rupee, 50 പൈസ, 25 പൈസ. അത് എഴുതുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, ആദ്യം ഏറ്റവും വലിയ കോയിൻ എഴുതാൻ ശ്രമിക്കുക. അങ്ങനെ എഴുതില്ല കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നിരുന്നാലും നമ്മൾ അങ്ങനെയാണ് ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് ആദ്യം 1 രൂപ, പിന്നെ 50 പൈസ, പിന്നെ 25 പൈസ. എണ്ണത്തിന്റെ റേഷ്യോ ചോദ്യകർത്താവ് തന്നിട്ടുണ്ടടാ 5, 6, 2. കണ്ടോ, 5 അംശബന്ധം 6 അംശബന്ധം 2 റേഷ്യോ എഴുതി വെച്ചു. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കോയിന്റെ ഡിനോമിനേഷൻ എഴുതുക, എഴുതി വെച്ചു. എണ്ണത്തിന്റെ റേഷ്യോ താഴെ എഴുതുക, എഴുതി വെച്ചു. മക്കളെ, താഴോട്ട് ഗുണിക്കുക, രൂപയിലേക്ക് മാറ്റുക. താഴോട്ട് ഗുണിക്കുക, രൂപയിലേക്ക് മാറ്റുക. രൂപയിലേക്ക് മാറ്റണം എന്ന് പറയാനുള്ള പ്രധാന കാരണം, ചില ഭാഗം പൈസയിലായിരിക്കും. പൈസയെ രൂപയാക്കാൻ 100 കൊണ്ട് ഹരിക്കുക, അതായത് 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ. സോ അങ്ങനാണെങ്കിൽ 1 5 കൂടെ ഗുണിച്ചാൽ സ്വാഭാവികമായിട്ടും 1 5 കൂടെ ഗുണിച്ചാല് 5 രൂപ എന്ന് വരും. അതിനെ ഒരിക്കലും മാറ്റണ്ട. പൈസയെ മാത്രം രൂപയാക്കിയാൽ മതി. പൈസയെ മാത്രം രൂപയാക്കിയാൽ മതി. 50ഉം 6ഉം കൂടെ ഗുണിച്ചാല് 300 പൈസ എന്നാണ് വരുന്നത്. 300 പൈസ എന്ന് പറഞ്ഞാൽ 3 രൂപയാണ്. 300 പൈസ എന്ന് പറഞ്ഞാൽ 3 രൂപ. 300നെ 100 കൊണ്ട് ഹരിച്ചാൽ 3 അല്ലേ? അത്രേ ഉള്ളൂ. 25നെ 2 കൊണ്ട് ഗുണിച്ചാൽ, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യനകത്ത് വായിക്കുമ്പോൾ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പതിയെ പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. സോ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ക്ലാസ്സിൽ എല്ലാ തവണയും നിങ്ങളോട് പറയാറുള്ളതാണ്, പേഴ്സിന്റെയും കോയിന്റെയും ചോദ്യം, മിക്സ്ചറിന്റെ ചോദ്യം, ഈ 2 ചോദ്യങ്ങളാണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ്. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിക്കുന്നത് ഈ 2 ചോദ്യങ്ങളാണ്. അപ്പൊ ഈ 2 ചോദ്യങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾക്കാണ് വലിയ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മുമ്പില് പേഴ്സിന്റെയും കോയിന്റെയും ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ പലതവണ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ആദ്യം കോയിനുകൾ എഴുതുക. അപ്പൊ കോയിനുകൾ 50 പൈസ ഉണ്ട്, 25 പൈസ ഉണ്ട്, 1 rupee ഉണ്ട്. അപ്പൊ നമുക്ക് എഴുതുമ്പോൾ ആദ്യം ഏറ്റവും വലിയ കോയിൻ എഴുതണം എന്നാണ് ഞാൻ പഠിപ്പിച്ചത്. അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലടാ, പക്ഷെ എന്നാലും അതിന്റെ ഒരു ഭംഗി അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം 1 രൂപ, അടുത്തത് 50 പൈസ, അടുത്തത് 25 പൈസ, അതായത് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതി വെച്ചു. നിങ്ങൾ അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു ഭംഗി എന്ന് പറയുമ്പോൾ 1 രൂപ, 50 പൈസ, 25 പൈസ, അങ്ങനെ ഓർഡറിൽ കൃത്യമായിട്ട് എഴുതുക. എന്നിട്ട് അതിന്റെ റേഷ്യോ താഴെ എഴുതണം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാലേ, ഈ റേഷ്യോ ഇങ്ങനെ എഴുതി വെക്കരുത്. കാരണം ഈ റേഷ്യോ എന്ന് പറഞ്ഞാൽ 50 പൈസയുടെ റേഷ്യോയാണ് 5. ആദ്യം കിടക്കുന്ന 50 പൈസ അല്ലേ, അവന്റെ റേഷ്യോയാണ് 5. അപ്പൊ 5 നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. രണ്ടാമത് കിടക്കുന്നവൻ 25 പൈസയാ, അവന്റെ റേഷ്യോ 6. അപ്പൊ 6 ഇവിടെ എഴുതേണ്ടത്. മൂന്നാമത് കിടക്കുന്നത് 2, അത് ആരുടെ റേഷ്യോയാ? 1 റുപ്പിയുടെയാ. അപ്പൊ 1 റുപ്പിയുടെ റേഷ്യോ എത്ര? 2. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് താഴോട്ട് ഗുണിക്കുക, രൂപയിലേക്ക് മാറ്റുക. പലതവണ പറഞ്ഞു തന്നിട്ടുള്ളതാ. പേഴ്സിന്റെയും കോയിന്റെയും ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ താഴോട്ട് ഗുണിക്കുക, രൂപയിലേക്ക് മാറ്റുക, താഴോട്ട് ഗുണിക്കുക, രൂപയിലേക്ക് മാറ്റുക, താഴോട്ട് ഗുണിക്കുക, രൂപയിലേക്ക് മാറ്റുക. രൂപയിലേക്ക് മാറ്റേണ്ട ഭാഗത്തിന് രൂപയിലേക്ക് മാറ്റിയാൽ മതി. അതായത് പൈസയെ മാത്രം രൂപയിലേക്ക് മാറ്റിയാൽ മതി. പൈസയെ രൂപയാക്കാൻ 100 കൊണ്ട് ഹരിക്കുക. 100 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിയാൽ മതി. ഇതെല്ലാം ഒറ്റയടിക്ക് ചെയ്യണം. നോക്ക്, 1 × 2 2 രൂപ. കണ്ടോ, ഒന്നും ചെയ്യണ്ട, കാരണം രൂപയിലാണ്. ഒന്നും നിങ്ങൾ ചെയ്യണ്ട. അടുത്തത് 50നെ 5 കൊണ്ട് ഗുണിച്ചാൽ, 50നെ 5 കൊണ്ട് ഗുണിച്ചാൽ സ്വാഭാവികമായിട്ടും 50 × 5 250 ആണ്. 250 പൈസ എന്ന് പറഞ്ഞ 2.5 രൂപ.
250 പൈസ എന്ന് പറഞ്ഞാൽ 2.5 രൂപ. അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ എങ്ങനെ 250 പൈസ 2.5? എടാ 250 പൈസ പൈസയെ രൂപയാക്കാൻ 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തുക, അതായത് 100 കൊണ്ട് ഹരിക്കുക. 25-നെ 6 കൊണ്ട് ഗുണിച്ചാൽ 150. 150 പൈസ എന്ന് പറഞ്ഞാൽ 1.5 രൂപ. ചെയ്ത പരിപാടി താഴോട്ട് ഗുണിക്കുക, രൂപയിലേക്ക് മാറ്റുക, താഴോട്ട് ഗുണിക്കുക, രൂപയിലേക്ക് മാറ്റുക. കണ്ടേ, ഇതാണ് വാല്യൂ. നമ്മുടെ കോയിന്റെ വാല്യൂ ആണിത്. 2:2.5:1.5. സ്വാഭാവികമായിട്ടും അത്രയും തുല്യ ഭാഗങ്ങളാക്കണം. അതായത് 2ഉം 2.5യും കൂടെ കൂട്ടിയാൽ, വേണ്ട 2.5യും 1.5യും കൂടെ കൂട്ടിയാൽ എത്ര? 2, 1, 3, 1, 4 അല്ലേ? 2.5യും 1.5യും കൂടെ കൂട്ടിയാൽ 4 അല്ലേടാ? ആ 4ന്റെ കൂടെ 2 കൂട്ടിയാൽ എത്ര? 6. അതായത് നമുക്ക് വേണ്ടത് 25 പൈസ കോയിന്റെ എണ്ണമാണ്. 25 പൈസ കോയിന്റെ എണ്ണമാണ് നമുക്ക് വേണ്ടത്. സ്വാഭാവികമായിട്ടും 2, 2.5, 1.5 6 തുല്യ ഭാഗങ്ങളാക്കണം. ആ 6 തുല്യ ഭാഗങ്ങളാക്കിയതില് 25 പൈസ കോയിന്റെ വാല്യൂ, എടാ 25 പൈസ കോയിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.5 അല്ലേ? 25 പൈസ കോയിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.5 ആണ്. 1.5 ആണ്. 1.5 ആണ്. ആകെ ടോട്ടൽ റുപ്പി, ടോട്ടൽ 42, ടോട്ടൽ 42. കണ്ടോ? അതായത് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആ 42 രൂപയെ 6 തുല്യ ഭാഗങ്ങളാക്കുമ്പോൾ അതിൽ 1.5 ആണ് ഏത്? 25 പൈസ കോയിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടി. പക്ഷെ നമുക്ക് എണ്ണമാണ് വേണ്ടത്. എണ്ണം മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. മക്കളെ, നമുക്കറിയാം, എടാ 1 രൂപ എന്ന് പറഞ്ഞാൽ 4.25 പൈസ ചേരുന്നതാ അല്ലേ? അപ്പോൾ 1 രൂപ എന്ന് പറഞ്ഞാൽ 4.25 പൈസ ചേരുന്നതാ. അപ്പൊ വാല്യൂ കിട്ടിയാൽ അതിനെ എണ്ണമാക്കാൻ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. വാല്യൂ കിട്ടിയ, ഇപ്പൊ എന്റെ കയ്യില് ഒരു 10 രൂപയ്ക്കുള്ള 25 പൈസ കോയിൻ ഉണ്ട്. എന്റെ കയ്യിലെ 10 രൂപയ്ക്കുള്ള 25 പൈസ കോയിൻ ഉണ്ട്. ഞാൻ ചോദിക്കുന്നു എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 10നെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. 50 പൈസയാണെങ്കിൽ 2 കൊണ്ട് ഗുണിക്കുക. കാരണം 2 50 പൈസ ചേരുമ്പോഴാണ് 1 രൂപ ഉണ്ടാവുന്നത്. 25 പൈസ ആയതുകൊണ്ട് 4 കൊണ്ട് ഗുണിക്കുക, 4 കൊണ്ട് ഗുണിക്കുക, 4 കൊണ്ട് ഗുണിക്കുക. സോ 4 കൊണ്ട് ഗുണിച്ചാൽ മതി, 4 കൊണ്ട് ഗുണിച്ചാൽ മതി, 4 കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇതോടുകൂടി പരിപാടി അവസാനിക്കുകയാണ്. സ്വാഭാവികമായിട്ടും മുകളിൽ 1 ദശാംശ സ്ഥാനം, താഴെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മുകളില് എന്ത് ചെയ്യണം? മുകളിൽ 10 കൊണ്ട് ഗുണിക്കണം. എടാ കുഞ്ഞുങ്ങളെ, മുകളിൽ 10 കൊണ്ട് ഗുണിച്ചാൽ, മുകളിൽ 10 കൊണ്ട് ഗുണിച്ചാല് 1.5നെ 10 കൊണ്ട് ഗുണിച്ചാല് 15 എന്ന് വരും അല്ലെ? മുകളിൽ 10 കൊണ്ട് ഗുണിച്ചാൽ താഴെയും 10 കൊണ്ട് ഗുണിക്കണ്ടേ? മുകളിൽ 10 കൊണ്ട് ഗുണിച്ചാല് സ്വാഭാവികമായിട്ടും താഴെയും 10 കൊണ്ട് ഗുണിക്കണം. 6നെ 10 കൊണ്ട് ഗുണിച്ചാൽ 60. ഇതാണ്ടേ 15ന്റെ 4ാമത്തെ ഗുണിതമാണ് 60. ഈ 4 വെട്ടിപ്പോയി. ആൻസർ 42. 42 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി അതല്ല, അവര് 50 പൈസ കോയിന്റെ എണ്ണം എത്ര എന്നായിരുന്നു ചോദിച്ചിരുന്നെങ്കിലേ, 6ൽ 50 പൈസ കോയിന്റെ വാല്യൂ 2.5, ടോട്ടല് 42 രൂപ. 50 പൈസ ആയതുകൊണ്ട് നിങ്ങൾ സ്വാഭാവികമായിട്ടും 2 കൊണ്ട് ഗുണിക്കണം. 25 പൈസ ആയതുകൊണ്ട് 4 കൊണ്ട് ഗുണിച്ചു. 50 പൈസ ആയതുകൊണ്ട് 2 കൊണ്ട് ഗുണിക്കണം. കാരണം 2.50 പൈസ ചേരുമ്പോഴാണ് 1 രൂപ ഉണ്ടാകുന്നത്. ഇങ്ങനെ ചെയ്ത് അവസാനിപ്പിച്ചാൽ മതി. ഓപ്ഷൻ ബി ആയിരുന്നു റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ദാ പിടിച്ചു. ടൈം ആൻഡ് വർക്കിനകത്ത ക്വസ്റ്റ്യൻ ആണ്. സമയം കണ്ടല്ലോ. ടൈം ആൻഡ് വർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് കാണുമ്പോഴാണ് ചുമ്മാ വായിച്ചാൽ മതി. ഹൗ മെനി അവേഴ്സ് ഓഫ് എ വർക്ക്. അപ്പൊ ഉണ്ടായിരുന്നു ടൈം ആൻഡ് വർക്കിന്റെ ക്വസ്റ്റ്യനില് ചോദ്യകർത്താവ് സമയം എടുത്തു പറയുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാ. ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് സമയം എടുത്തു പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ 2ാമത്തെ ചെയിൻ റൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? അതായത് M1 ആളുകൾ D1 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു ജോലി, അവർ ഒരു ദിവസം ചെയ്യുന്ന ജോലി സമയം T1 അവേഴ്സ് ആണെങ്കിൽ ഇതേ ജോലി തന്നെ M2 ആളുകൾ D2 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അവര്
ഒരു ദിവസം ചെയ്യുന്ന ജോലി സമയം T2 ആണെന്ന് കരുതുക. ഒന്നും കൂടെ പറയാം. M1 ആളുകൾ D1 ദിവസം കൊണ്ട് പൂർത്തീകരിക്കുന്ന ഒരു ജോലി അവർ ഒരു ദിവസം ചെയ്യുന്ന ജോലി സമയം T1 അവേഴ്സ് ആണെന്ന് കരുത്. അതേ ജോലി M2 ആളുകൾ D2 ദിവസം കൊണ്ട് പൂർത്തീകരിക്കുന്നു. ഒരു ദിവസം ചെയ്യുന്ന ജോലി സമയം T2 അവേഴ്സ് ആണെങ്കിൽ മക്കളെ നമുക്ക് പറയാം M1 D1 T1 is equal to M2 D2 T2 എന്ന് പറയുവാൻ സാധിക്കും. M1 ആളുകൾ D1 ദിവസം T1 അവേഴ്സ്, M2 ആളുകൾ D2 ദിവസം T2 അവേഴ്സ്. ഉറപ്പിക്കാം. M1 D1 T1 is equal to M2 D2 T2. M1 D1 T1 is equal to M2 D2 T2. M1 D1 T1 is equal to M2 D2 T2. ഇവിടെ M1 എത്ര? M1 എന്ന് പറയുന്നത് 25 അല്ലേ? ആളുകളുടെ എണ്ണം 25 അല്ലേടാ? ദിവസങ്ങളുടെ എണ്ണം എത്ര നോക്ക്? ദിവസങ്ങളുടെ എണ്ണം 21 ദിവസം. കണ്ടോ? ദിവസങ്ങളുടെ എണ്ണം 21 ആണേ. ഹൗ മെനി അവേഴ്സ് സമയമാണ് കണ്ടുപിടിക്കേണ്ടത്? T1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ക്വസ്റ്റ്യൻ. അടുത്ത സെറ്റ് M2 ആളുകളുടെ എണ്ണം 50. D2 ദിവസങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട് 14. ദിവസങ്ങളുടെ എണ്ണം 14. T2 സമയം ദാണ്ടെ 9 മണിക്കൂർ, 9 അവേഴ്സ്. കൃത്യമായിട്ട് എഴുതി വെച്ചു. M1 25, D1 21, T1 നമുക്കറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. M2 50, D2 14, T2 9 മണിക്കൂർ. സോ ഇനി T1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ T1 അവിടെ എഴുതി വെച്ചു. ഇവിടെ ഗുണിച്ചുകൊണ്ടിരിക്കുന്നവന്മാരെയൊക്കെ പറഞ്ഞ് അപ്പുറത്തോട്ട് വിട്ടാൽ സ്വാഭാവികമായിട്ടും ഹരണത്തിലേക്ക് പോകും. ഗുണനം ഹരണമായിട്ട് മാറും. അതായത് 25 × 21 എന്ന് പറയുന്നവൻ ഇടതുവശത്ത് ഗുണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും അവൻ അപ്പുറത്തേക്ക് പോയാൽ ഹരണത്തിലേക്ക് പോകും. ഗുണനം ഹരണമായിട്ട് മാറും. ഇനി വെട്ടിക്കോ. ദാണ്ടെ ശ്രദ്ധിച്ചോണം. ഈ കിടക്കുന്ന 14ഉം ഈ കിടക്കുന്ന 21ഉം കൂടെ 7 കൊണ്ട് വെട്ടാം. 7 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 7 കൊണ്ട് ഹരിക്കുക. 14നെ 7 കൊണ്ട് ഹരിച്ചാൽ 2, 21നെ 7 കൊണ്ട് ഹരിച്ചാല് 3 വരും അല്ലെ? 7 കൊണ്ടാണ് ഹരിച്ചത്. 14നെ 7 കൊണ്ട് ഹരിച്ചാൽ 2, 21നെ 7 കൊണ്ട് ഹരിച്ചാൽ 3. എടാ കുഞ്ഞുങ്ങളെ, ഈ കിടക്കുന്ന 3ഉം ഈ കിടക്കുന്ന 9ഉം കൂടെ 3 കൊണ്ട് വെട്ടാം, 3 കൊണ്ട് ഹരിക്കാം. 3 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 3 കൊണ്ട് ഹരിക്കുക. 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1, 9നെ 3 കൊണ്ട് ഹരിച്ചാൽ 3. സെറ്റാണ്. ഈ കിടക്കുന്ന 25ഉം ഈ കിടക്കുന്ന 50ഉം കൂടെ എന്നേക്കാൾ സ്പീഡ് നിങ്ങൾ പറയും സാറേ 25 കൊണ്ട് അങ്ങ് വെട്ടിക്കളയാൻ പറയും. സെറ്റ്. 25 കൊണ്ട് വെട്ടിക്കോ. 25 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 25 കൊണ്ട് ഹരിക്കുക. സോ 25നെ 25 കൊണ്ട് ഹരിച്ചാൽ 1, 50നെ 25 കൊണ്ട് ഹരിച്ചാൽ 2 എന്ന് വരും. താഴെ ഒന്നും കിടപ്പില്ല. മുകളിലെ താണ്ടെ 3ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 6, 6 × 2 12. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഉപയോഗിച്ച റൂള് M1 D1 T1 is equal to M2 D2 T2. അപ്പൊ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ബാക്കിയുള്ള റൂളുകളൊക്കെ ഉണ്ടല്ലോ. അതായത് M1 D1 is equal to M2 D2, M1 D1 T1 is equal to M2 D2 T2, E1 D1 is equal to E2 D2, M1 D1 T1 by W1 is equal to M2 D2 T2 by W2. ഈ പറയുന്ന 4 ചെയിൻ റൂളുകളും നിങ്ങൾ വൃത്തിയായിട്ട് ഓർത്ത് വെച്ചിരിക്കണം. ഏതെങ്കിലും ഒരെണ്ണം പരീക്ഷയ്ക്ക് ചോദിക്കാം. അതിൽ നമുക്ക് ചോദിച്ചത് രണ്ടാമത്തെ ചെയിൻ റൂളാണ്. പിന്നെ പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2 ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു. അതിലെ ഒന്നാമത്തെ ചോദ്യമാണ് ഇത്. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ചോദ്യം 26 പീപ്പിൾ ഇൻ എ ക്ലാസ് ഗോട്ട് ആൻ എ ഗ്രേഡ് ഇൻ ആൻ എക്സാമിനേഷൻ. ഒരു ക്ലാസ്സിലെ 26 പേർക്ക് എ ഗ്രേഡ് കിട്ടി എന്നാണ് പറയുന്നത്. ദിസ് ഈസ് 65% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് എ പീപ്പിൾ ഇൻ ദ ക്ലാസ്. വളരെ എളുപ്പം. അതായത് ഈ 26 പേർക്കാണ് എ ഗ്രേഡ് കിട്ടിയത്. അത് എന്ന് പറയുന്നത് 65% പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മക്കളെ ആ 26 എന്ന് പറയുന്ന സംഖ്യ ഉണ്ടല്ലോടാ, അത് 65% 65% ആണെന്ന് പറഞ്ഞു എഴുതി വെച്ചു. 26 പിള്ളേരാണ് ഉള്ളത്. ആ 26 എന്ന് പറയുന്നത് 65%. ചോദ്യം ഹൗ മെനി പീപ്പിൾ ആർ ദെയർ ഇൻ ദ ക്ലാസ്. ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെ എണ്ണം എത്ര എന്നാ ചോദ്യം. അപ്പൊ ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ടോട്ടൽ ഈസ് 100% അല്ലേ മൊത്തം.
അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് 100% എത്രയാണെന്നാണ് ചോദ്യം. 100% എത്ര, 100% എത്രയാണെന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും ക്രോസ് ചെയ്താൽ മതി. ക്രോസ് ആയിട്ട് ഗുണിക്കുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക. മക്കളെ, ക്രോസ് ആയിട്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത്, എടാ രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക, ഒരെണ്ണം ഉള്ളത് ഹരിക്കുക. രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക, ഒരെണ്ണം ഉള്ളത് ഹരിക്കുക. രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക, ഒരെണ്ണം ഉള്ളത് ഹരിക്കുക. ഇവിടെ രണ്ടെണ്ണം ഉള്ളത് 100ഉം 26ഉം അല്ലേ? അപ്പൊ രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക, ഒരെണ്ണം ഉള്ളത് ഹരിക്കുക. ഒരെണ്ണം ഉള്ളത് 65, ഒരെണ്ണം ഉള്ളത് 65, ഒരെണ്ണം ഉള്ളത് 65. രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക, ഒരെണ്ണം ഉള്ളത് ഹരിക്കുക. വെട്ടിക്കൂ. താഴെ കിടക്കുന്ന 100ഉം മേളിൽ കിടക്കുന്ന 100ഉം താഴെ കിടക്കുന്ന 65ഉം കൂടെ 5 കൊണ്ട് വെട്ടാം. 5 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 5 കൊണ്ട് ഹരിക്കുക. 5 കൊണ്ട് ഹരിക്കുക. 100നെ 5 കൊണ്ട് ഹരിച്ചാൽ 20, 100നെ 5 കൊണ്ട് ഹരിച്ചാൽ 20, 100നെ 5 കൊണ്ട് ഹരിച്ചാൽ 20, 65നെ 5 കൊണ്ട് ഹരിച്ചാൽ 12 5 60, 13 5 65, 13 13 13. 65നെ 5 കൊണ്ട് ഹരിച്ചാൽ 13 വരും. താഴെ കിടക്കുന്ന ഈ 13 മേളിൽ കിടക്കുന്ന ആ 26ഉം കൂടെ ഒറ്റയടിക്ക് 13 കൊണ്ട് വെട്ടാം. 13 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 13 കൊണ്ട് ഹരിക്കുക. 13നെ 13 കൊണ്ട് ഹരിച്ച 1, 26നെ 13 കൊണ്ട് ഹരിച്ച 2, 20ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 40. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിച്ച പെർസെന്റേജ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് പരീക്ഷയ്ക്ക് പിന്നെ ചോദിച്ചത്. സോ അതേപോലെ തന്നെ ഈ ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി അതേ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ചിരിക്കുകയാണ്. ഇതാണ് ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ടാമത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ വായിച്ചാൽ കിട്ടും. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്ന ചോദ്യം. അതെ, ഒരു സംഖ്യയുടെ 20% കൂടെ 48 കൂട്ടിയാൽ, ഒരു സംഖ്യയുടെ 20% കൂടെ 48 കൂട്ടിയാൽ എന്നാ കിട്ടും? യു ഗെറ്റ് ദ സെയിം നമ്പർ. സെയിം നമ്പർ, സെയിം നമ്പർ, സെയിം നമ്പർ മീൻസ് 100%. സോ നമ്പർ മൊത്തത്തിൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. സോ ദാറ്റ് ഈസ് 100%. നമ്പറിന്റെ പകുതി എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ 50% എടുക്കായിരുന്നു. കാൽ ഭാഗം അല്ലെങ്കിൽ ക്വാർട്ടർ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ 1/4 എന്ന് എടുക്കായിരുന്നു. മുക്കാൽ എന്ന് പറഞ്ഞാൽ 3/4 ആണ്. പക്ഷേ ചോദ്യകർത്താവ് പറയുന്നത് ഒരു സംഖ്യയുടെ 20% കൂടെ 48 കൂട്ടിയാൽ ആ സംഖ്യ മുഴുവനായിട്ടും കിട്ടും. സംഖ്യ മൊത്തം കിട്ടും, ഫുള്ള് കിട്ടും. അതായത് 100% കിട്ടുമെന്നാണ് പറയുന്നത്. എഴുതി വെച്ചു. നിങ്ങൾക്ക് കോമൺ സെൻസിൽ ആലോചിക്കാവുന്നേ ഉള്ളൂ. എടാ പിള്ളേരെ, 20% കൂടെ 80% കൂട്ടുമ്പോഴാണല്ലോ 100% കിട്ടുന്നത്. അത് കോമൺ സെൻസിൽ ആലോചിച്ചൂടെ? 20% കൂടെ 80% കൂട്ടുമ്പോഴല്ലേടാ 100% കിട്ടുന്നത്. അതെല്ലാവർക്കും ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ആദ്യം ചോദ്യകർത്താവ് പറഞ്ഞ സെന്റൻസ് എഴുതി വെക്കുക. പിന്നെ നമ്മൾ കോമൺ സെൻസിൽ ആലോചിക്കണം. ചോദ്യകർത്താവ് പറഞ്ഞത് 20% കൂടെ 48 കൂട്ടിയാൽ 100% കിട്ടുമെന്ന് പറഞ്ഞു, എഴുതി വെച്ചു. നമുക്കറിയാം 20% കൂടെ 80% കൂട്ടുമ്പോഴാണ് 100% കിട്ടുന്നത് എന്ന് പറയാൻ നമുക്ക് കോമൺ സെൻസിൽ ആലോചിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഉറപ്പിക്കാം 80% 48 ആണ്. അപ്പോ 80% 48 ആണെന്ന് മനസ്സിലായി. എടാ 80% 48 ആണെങ്കിൽ ചോദ്യകർത്താവ് ചോദിച്ചത് വാട്ട് ഈസ് ദ നമ്പർ? സംഖ്യ ഏത്? സംഖ്യ ഏത്? ഈ സംഖ്യ എന്ന് കാണുമ്പോഴേ നിങ്ങളുടെ മനസ്സിലെ 100%, നമ്പർ എന്ന് കണ്ട 100%, നമ്പർ കിട്ടും എന്ന് പറഞ്ഞാൽ 100% കിട്ടും, പകുതി കിട്ടും 50%. ചോദ്യം സംഖ്യ ഏത്, നമ്പർ ഏത്? അതായത് 100% എത്ര എന്നാണ് ചോദ്യം. 100% എത്രയാണെന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക, ഒരെണ്ണം ഉള്ളത് ഹരിക്കുക. രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക, ഒരെണ്ണം ഉള്ളത് ഹരിക്കുക. രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക, ഒരെണ്ണം ഉള്ളത് ഹരിക്കുക. ഇവിടെ രണ്ടെണ്ണം ഉള്ളത് 100ഉം 48ഉം ആണ്. ഒരെണ്ണം ഉള്ളത് ഹരിക്കുക, ഒരെണ്ണം ഉള്ളത് 80, ഒരെണ്ണം ഉള്ളത് 80. രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക, ഒരെണ്ണം ഉള്ളത് ഹരിക്കുക. ഇവിടെ രണ്ടെണ്ണം ഉള്ളത് 100ഉം 48ഉം ആണ്. ഒരെണ്ണം ഉള്ളത് ഹരിക്കുക, ഒരെണ്ണം ഉള്ളത് 80. മക്കളെ 80ന്റെ 0, 100ന്റെ 0 കട്ടായി പോയടാ. 8ന്റെ 6ാമത്തെ ഗുണിതമാണ് 48. 6ഉം 10ഉം കൂടെ ഗുണിച്ചാൽ 60. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി. ചോദിച്ചത് സംഖ്യ ഏതെന്നാണ് ചോദിച്ചത്. സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾ 100% തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. വെട്ടുമ്പോ ശ്രദ്ധിക്കുക. 100ന്റെ 0, 80ന്റെ 0 വെട്ടി. 8ഉം 48ഉം കൂടെ 8 കൊണ്ട് വെട്ടാം. 8ന്റെ ഗുണിതങ്ങളാണ്. 8 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 8 കൊണ്ട് ഹരിക്കുക. 8നെ 8 കൊണ്ട് ഹരിച്ചാൽ 1, 48നെ 8 കൊണ്ട് ഹരിച്ച 6, 6ഉം 10ഉം കൂടെ ഗുണിച്ചാൽ 60. ഓപ്ഷൻ 60ന്റെ ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം പിന്നെ ചോദിച്ചത് ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിപ്പിച്ച് സത്യം പറഞ്ഞാൽ മടുത്തതാണ്.
മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് തന്നെ ട്രെയിൻ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് തന്നെ കിടപ്പുണ്ട്. 1, 2, 3, 4 എന്ന്. ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 4 ടൈപ്പാണുള്ളത്. അതിലൊന്ന്, നമ്മുടെ ട്രെയിൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ഒബ്ജക്ട്സിനെ മറികടക്കുക. ഏതൊക്കെയത്? നമ്മുടെ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏതൊക്കെയാണ്? ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ്, മരം, മനുഷ്യൻ, ബിന്ദു. ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ്, മരം, മനുഷ്യൻ, ബിന്ദു. ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ്, മരം, മനുഷ്യൻ, ബിന്ദു. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം, തുരങ്കം, കൃഷിപ്പുരയിടം, നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ, ടൈപ്പ് 2. 2 ട്രെയിനുകൾ എതിർദിശകളിൽ പോയ ടൈപ്പ് 3. 2 ട്രെയിനുകൾ ഒരേ ദിശയിൽ പോയ ടൈപ്പ് 4. ഇത് 4നും 4 ഇക്വേഷൻ ആണ്. ഇവിടെ ഏതാ ചോദിച്ചെന്ന് പറയാം. ഇവിടെ എന്താ ചോദിച്ചത്? ക്രോസസ് എ പോൾ. കണ്ടോ, ഒരു പോളാണ്. അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ്, അല്ലെങ്കിൽ ഒരു ടെലിഫോൺ പോസ്റ്റ്, അല്ലെങ്കിൽ ഒരു മരം, ഒരു മനുഷ്യൻ, ഒരു ബിന്ദു. ടൈപ്പ് 1 ആണ്. സോ ടൈപ്പ് 1 ആണെങ്കിൽ ഇക്വേഷൻ എന്തുവാ? സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം. സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം. ടൈപ്പ് 1 ചോദ്യം ആയതുകൊണ്ടാണ് നമ്മൾ സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം എന്നുള്ള ഇക്വേഷൻ എടുത്തത്. 2 ആണെങ്കിൽ വേറെയാണ്, 3 ആണെങ്കിൽ വേറെയാണ്, 4 ആണെങ്കിൽ. അപ്പൊ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 4 ഇക്വേഷൻ കാണാതെ പഠിച്ചുകൊണ്ട് പോയ 1 മാർക്കായില്ലേ? എന്ത് ഭംഗിയായിട്ടാണ് നമ്മൾ ആ പ്ലേലിസ്റ്റിനകത്ത് കിടക്കുന്നത്. ആ വീഡിയോ മാത്രം കണ്ടുകൊണ്ട് പോകുന്നവന് 1 മാർക്ക് കിട്ടത്തില്ലേ? സിമ്പിൾ അല്ലേ? ഇത് നോക്കിയേ, സ്പീഡ് തന്നിട്ടുണ്ട് 108 ആണ്. ട്രെയിനിന്റെ നീളം കണ്ടുപിടിക്കണം, സമയം തന്നിരിക്കുന്ന സെക്കൻഡിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എടാ കുഞ്ഞുങ്ങളെ, തന്നിരിക്കുന്ന സ്പീഡിനെ കിലോമീറ്റർ പെർ അവർ അല്ലേ, മീറ്റർ പെർ സെക്കൻഡ് ആക്കണ്ടേ? മീറ്റർ പെർ സെക്കൻഡ് ആക്കണ്ടേ? അപ്പൊ കിലോമീറ്റർ പെർ അവർ ആരും തന്നത്, അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക. ട്രെയിനിന്റെ നീളം അറിയില്ല, ട്രെയിനിന്റെ നീളം അതുപോലെ തന്നെ എഴുതി വെച്ചു. സമയം തന്നിട്ടുണ്ട് 10 ആണ്, 10 എഴുതി വെച്ചു. സമയം 10 സെക്കൻഡ് ആണ്, സമയം 10 സെക്കൻഡ് അതുപോലെ തന്നെ എഴുതി. ട്രെയിനിന്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. എടാ പിള്ളേരെ, 18ന്റെ 6ാമത്തെ ഗുണിതമല്ലേ 108? 18ന്റെ 6ാമത്തെ മൾട്ടിപ്പിൾ, 18ന്റെ 6ാമത്തെ ഗുണിതമാണ് 108. ഇനി ഒന്നും വെട്ടാനില്ല, ക്രോസ് ആയിട്ട് ഗുണിക്കുക. അങ്ങനെയാണെങ്കിൽ ട്രെയിനിന്റെ നീളം ഇൻറ്റു 1, അതായത് ട്രെയിനിന്റെ നീളം ഈസ് ഈക്വൽ ടു ക്രോസ് ചെയ്താട്ടെ 6ഉം 5ഉം കൂടെ ഗുണിച്ചാൽ 6 5 30. 30നെ 10 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 30നെ 10 കൊണ്ട് ഗുണിച്ചാൽ 300. 30നെ 10 കൊണ്ട് ഗുണിച്ചാൽ 300 എന്ന് വരും. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സോ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ 4 ടൈപ്പ് ചോദ്യങ്ങൾ വെറുതെ ഇക്വേഷൻ കാണാതെ പഠിച്ചുകൊണ്ട് പോവുക. അതേപോലെ സ്പീഡിന്റെ കൺവേർഷൻ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കണമെന്നും മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കുക എന്നുമുള്ള കോമൺ കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് പോകുന്നവന് ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം അവന്റെ കയ്യിലിരിക്കും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കലണ്ടർ തുടർന്നിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് കൂടി ഉണ്ട്. അപ്പൊ 2 ചോദ്യങ്ങൾ കൂടി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചോദ്യം കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് 9ാമതായിട്ട് ചോദിച്ചത്. 10ാമതായിട്ട് ചോദിച്ചത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. അപ്പൊ നമുക്ക് കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഡേറ്റ് തന്നിട്ട് മറ്റൊരു ഡേറ്റ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. സ്ഥിരം ചോദ്യമാണ്, നമുക്കൊന്നും പറയാനില്ല. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ചോദിച്ചിരിക്കുകയാണ്. റിപ്പബ്ലിക് ഡേ ജനുവരി 26. എടാ ജനുവരി 26 വെനസ്ഡേ ആണ്. 2011 ജനുവരി 26 വെനസ്ഡേ ആണെങ്കിൽ ആ 2011 ഇൻഡിപെൻഡൻസ് ഡേ ഓഗസ്റ്റ് 15 ഏത് ദിവസമാണെന്നാണ് ചോദിച്ചത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്തുവാ ചെയ്യേണ്ടത്? ഒരു ഡേറ്റ് തന്നിട്ട് മറ്റൊരു ഡേറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്തുവാ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ദിവസത്തിന് ശേഷമുള്ള ദിവസങ്ങൾ കൗണ്ട് ചെയ്യണം. തന്നിരിക്കുന്ന ദിവസം കൗണ്ട് ചെയ്യരുത്, അതിന് ശേഷമുള്ള ദിവസങ്ങൾ മുതൽ കണ്ടുപിടിക്കേണ്ട ദിവസം വരെ കൗണ്ട് ചെയ്യണം. എളുപ്പമാ. അതെ, ജനുവരി മൊത്തത്തിൽ 31 ദിവസം ഇല്ലേ?
മക്കളെ ജനുവരി മൊത്തത്തിൽ 31 ദിവസം ഇല്ലേടാ. അതിലെ നമുക്ക് ഈ ജനുവരി 25 എന്ന് പറയുന്നത് ഓൾറെഡി റിപ്പബ്ലിക് ഡേ ആണ്. ജനുവരി 26 തന്നിട്ടുണ്ട്. റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് ജനുവരി 26. അപ്പോൾ ജനുവരി 26 നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. നമുക്കത് എടുക്കാൻ പാടില്ല. തന്നിരിക്കുന്ന ദിവസത്തിന് ശേഷമുള്ള ദിവസങ്ങൾ മാത്രമേ കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ജനുവരി മൊത്തത്തിൽ 31 ദിവസം ഇല്ലേ? ജനുവരി മൊത്തത്തിൽ 31 ദിവസം ഉണ്ട്. അതിൽ ആദ്യത്തെ 26 അങ്കളെ തന്നിരിക്കുന്ന ദിവസം വരെ ഒഴിവാക്കുക. അതിന് ശേഷമുള്ളതേ പിടിക്കാൻ പാടുള്ളൂ. അപ്പോൾ റിപ്പബ്ലിക് ദിനം 26 തീയതി ആയതുകൊണ്ട് ആദ്യത്തെ 26 ദിവസം കളയുക. 31 26 പോയാൽ ബാക്കി 5. അപ്പൊ ജനുവരി 5. ഫെബ്രുവരി 28 വരാം, 29 വരാം. 2011 ലീപ്പ് ഇയർ അല്ല, 4 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. ലീപ്പ് ഇയർ അല്ലാത്തത് കൊണ്ട് 28. മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 31, ഓഗസ്റ്റിലെ 31 ദിവസമുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം, ഇൻഡിപെൻഡൻസ് ഡേ ആണ് വേണ്ടത്. ഓഗസ്റ്റ് 15 തീയതി അല്ല സ്വാതന്ത്ര്യം കിട്ടിയത്. 15 വരെ എടുത്താൽ മതി. കണ്ടോ? ഇങ്ങനെ ചെയ്യണം. തന്നിരിക്കുന്ന ദിവസത്തിന് ശേഷമുള്ള ദിവസങ്ങൾ കണ്ടുപിടിക്കേണ്ടതാൻ വരെ കൗണ്ട് ചെയ്യണം. പക്ഷെ തന്നിരിക്കുന്ന ദിവസം എടുക്കാൻ പാടില്ല. അപ്പം ജനുവരി 26 വെനസ്ഡേ ആണ്. അപ്പൊ ജനുവരി 26 വരെ പിടിക്കാൻ പാടില്ല. ജനുവരി മൊത്തം 31, അതിൽ 26 കളഞ്ഞാൽ ബാക്കി 5 അങ്ങനെ എടുക്കണം. ഇനി നിങ്ങൾ എല്ലാം കൂടെ കൂട്ടി നോക്കി 7 കൊണ്ട് ഹരിക്കാം. അങ്ങനെ ഒരു വഴിയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ സംഖ്യയെ 7 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം എഴുതി പോവുക. അതാണ് കുറച്ചും കൂടെ നല്ലൊരു ഐഡിയ. ഓരോ സംഖ്യയെ 7 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം എടുക്കുക. അതെ, 5നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല, കളയുക. എല്ലാം നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. ഒരു ദിവസം തന്നിട്ട് മറ്റൊരു ദിവസം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ തന്നിരിക്കുന്ന ദിവസത്തിന് ശേഷമുള്ള ദിവസങ്ങൾ കൗണ്ട് ചെയ്യുക. അതിൽ ഓരോന്നിനെ 7 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം എടുക്കുക. 28നെ 7 കൊണ്ട് ഹരിച്ചാൽ, 5നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ 5 കളഞ്ഞത്. 28നെ 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 അത് കളയുക. ശിഷ്ടമില്ലാത്തത് കളയുക. 31 ആണെങ്കിൽ 4, 7, 28, ശിഷ്ടം 3. അപ്പൊ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. 31 വന്നാൽ 3, 31 വരുവാണെങ്കിൽ 3. മക്കളെ 30 ആണെങ്കിൽ 4, 7, 28, ശിഷ്ടം 2, 30 ആണെങ്കിൽ 2. 31 ആണെങ്കിൽ 3 ആണല്ലോ, ആണ്. എടാ 30 ആണെങ്കിൽ 2 ആണേ, എടാ ആണ്. 31 ആണെങ്കിൽ 3 ആണേ, ആണ്. 15 ആണെങ്കിലോ, 15 ആണെങ്കിൽ 7, 14, ശിഷ്ടം 1. 7 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം എടുക്കുക. 7 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം എടുക്കുക. ഇന്ന് നോക്കിയേ, ഈ രണ്ടും കൂടെ കൂട്ടിയ എത്ര? 4. ആ 4ഉം ഈ 3ഉം കൂടെ കൂട്ടിയാൽ 7 അല്ലേ? അതങ്ങ് കളയാം. 7 വന്ന അന്നേരം കളഞ്ഞേക്കണം. 7 വരുന്നതെല്ലാം 0 ആണേ. ഈ 3ഉം കൂടെ കൂട്ടിയ 6, 6 1 7. അതും പോയി, എല്ലാം പോയി. ബാക്കി മിച്ചമുള്ളത് എന്തുവാ? 5. എന്താണോ മിച്ചമുള്ളത് അത് തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ കൂട്ടണം. തന്നിരിക്കുന്ന ദിവസം ഏതാ? വെനസ്ഡേ അല്ലേ? തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ ഈ കിട്ടിയ സാധനം കൂട്ടുക. സോ ബുധനാഴ്ചയുടെ കൂടെ 5 കൂട്ടണം, ബുധന്റെ കൂടെ 5 കൂട്ടുക. വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ. ആൻസർ തിങ്കളാഴ്ച. തിങ്കൾ എന്ന് പറഞ്ഞാൽ മൺഡേ. ഓപ്ഷൻ എ ആയിരുന്നു റൈറ്റ് ആൻസർ. തന്നിരിക്കുന്ന ദിവസത്തിന് ശേഷമുള്ള ദിവസം മുതൽ കണ്ടുപിടിക്കേണ്ട ദിവസം വരെയുള്ള ആ ഗ്യാപ്പിലെ മുഴുവൻ ദിവസങ്ങളും കൂട്ടി നോക്കി 7 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം എടുക്കുക. അല്ലെങ്കിൽ ഓരോന്നിനെ 7 കൊണ്ട് ഹരിച്ചിട്ട് ശിഷ്ടം എഴുതി വെക്കുക. എന്നിട്ട് 7 വരുന്നതൊക്കെ വെട്ടി കളയുക. എന്നിട്ട് മിച്ചം വരുന്ന ആ ഒരു സംഖ്യ ഉണ്ടല്ലോ, അത് തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ കൂട്ടാൻ മറക്കരുത്. തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ കൂട്ടുക, തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ കൂട്ടുക. അതായിരുന്നു കലണ്ടറിനകത്തും ചോദിച്ചത്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്തുനിന്ന് ചോദിച്ച ചോദ്യം കൂടി കഴിഞ്ഞാലേ നമ്മുടെ 18ാം തീയതിയിലെ മുഴുവൻ ചോദ്യങ്ങളും ക്ലാസ്സിൽ പരിചയപ്പെടുത്തി കഴിയും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തന്നെ വിലയിരുത്താവുന്നതേ ഉള്ളൂ. ഈ ഒരു ചോദ്യം ഞാൻ പഠിപ്പിച്ചതാണ്. എണ്ണം വില, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 8ാമത്തെ ടൈപ്പ് 8 ക്വസ്റ്റ്യൻ ആയത്. ഞാൻ എളുപ്പ വഴികളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ആപ്പിനകത്തേക്ക് നോക്കിയിട്ട്
എട്ടാമത്തെ ടൈപ്പ് ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. എട്ടാമത്തെ ടൈപ്പ് 8 ആണ്. എണ്ണം വില. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എണ്ണവും തരും, അതേപോലെ വിലയും തരും. എണ്ണം വില, നമ്പർ പ്രൈസ് ഇങ്ങനെ എഴുതണം. ആദ്യം എണ്ണമാണ് എഴുതേണ്ടത്, രണ്ടാമതേ വില എഴുതാൻ പാടുള്ളൂ. അതൊക്കെ ഒരു ട്രിക്കാണ്. ഇത്തരം ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കൊണ്ട് ഞാൻ ട്രിക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എണ്ണം വില നോക്കിയേ, 100 ബനാന 350 വാങ്ങിച്ചു അല്ലേ? 100 ബനാന 350 രൂപയ്ക്ക് വാങ്ങിച്ചു. 100 എണ്ണം 350 വാങ്ങിച്ചു. എണ്ണം 100, വില 350. ഇതാണ് വാങ്ങിയത്. വിറ്റത് എങ്ങനാ? വിറ്റത് 24 രൂപ പെർ ഹാഫ് ഡസൻ. അതായത് ഒരു ഡസന്റെ പകുതി. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണം അല്ലേ? അപ്പൊ ഹാഫ് ഡസൻ എന്ന് പറഞ്ഞാൽ 6 അല്ലേ? ഹാഫ് ഡസൻ 6, ഹാഫ് ഡസൻ 6. അപ്പോൾ 6 എണ്ണത്തിന് 24 രൂപ. അപ്പോൾ എങ്ങനെ വാങ്ങിച്ചത്? 100 എണ്ണം 350 വാങ്ങിച്ചിട്ട് ഹാഫ് ഡസൻ, അതായത് 6 എണ്ണം 24 രൂപയ്ക്ക് വിറ്റു. ഇതാണ് ചോദ്യകർത്താവ് പറയുന്നത്. കണ്ടോ 100 എണ്ണം 350 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 6 എണ്ണം 24 രൂപയ്ക്ക് വിറ്റാൽ ലാഭമാണോ നഷ്ടമാണോ? എന്ത് പണ്ടാരമാണെങ്കിലും അതിന്റെ ശതമാനം കണ്ടുപിടിക്കുക. വാട്ട് ഈസ് ദാറ്റ്? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? അത് പെർസെന്റേജിലേക്ക് മാറ്റണം. ഇക്വേഷൻ ഒക്കെ നമുക്കറിയാം. പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ CP. ലോസ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ ലോസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ CP. ചെയ്യേണ്ട പരിപാടിയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ക്രോസ് ആയിട്ട് ഗുണിക്കുക. ടൈപ്പ് 8 ക്വസ്റ്റിനാ. ആപ്പിനകത്ത് നോക്കിയാൽ മതി, കൃത്യ ഐഡിയ ഉണ്ട്. ക്രോസ് ആയിട്ട് ഗുണിക്കുക. താഴോട്ട് ഗുണിച്ച് താഴെ അങ്ങ് എഴുതിക്കൂ. 6 ഇൻറ്റു 350 ആണേ. ഇനി ഇതിങ്ങനെ 100 ഇൻറ്റു 24. ഇവിടെ ആദ്യം കിട്ടുന്നത് CP ആണ്, രണ്ടാമത്തതാണ് വിറ്റ വില. നിങ്ങൾ വേണമെങ്കിൽ റേഷ്യോ എടുത്തു. അംശബന്ധം എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആവും സാധനം. കുറച്ചും കൂടെ അങ്ങ് സിമ്പിൾ ആവും. നിങ്ങൾക്ക് അങ്ങനെ അംശബന്ധം എടുക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ആ കിട്ടുന്ന രണ്ട് സംഖ്യകൾ തമ്മിൽ വെട്ടിച്ചെറുതാക്കി അംശബന്ധം എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സിമ്പിൾ ആവും. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ 350ന്റെ 0 100ന്റെ 0 കട്ടായടാ. എടാ അതേപോലെ 35ഉം 10ഉം കൂടെ 2 5 10 7 5 35 സെറ്റ് അല്ലേടാ. അതേപോലെ 6ഉം 4ഉം കൂടെ വെട്ടിയാൽ 6 4 24. പരിപാടി കഴിഞ്ഞു. അതായത് ഇവിടെ 7 അവിടെ 8. കണ്ടോ, ഇവിടെ 7, അതേപോലെ 4 2 8, അവിടെ 8 ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞായിരുന്നു, ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന സംഖ്യ CP ആണ്, രണ്ടാമത്തത് SP വിറ്റ വില. ആദ്യം കിട്ടുന്നത് CP ആണ്, രണ്ടാമത്തതാണ് വിറ്റ വില. ഇനി പറ, 7 രൂപയ്ക്ക് വാങ്ങിച്ചു 8 രൂപയ്ക്ക് വിറ്റു എന്നുള്ള രീതിയിലേക്ക് ചോദ്യം മാറി. 7 രൂപയ്ക്ക് വാങ്ങിച്ചു 8 രൂപയ്ക്ക് വിറ്റു എന്നുള്ള രീതിയിലേക്ക് ചോദ്യം മാറി. 7 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട്, അതായത് CP 7, ആദ്യം കിട്ടുന്നത് CP ആണ്, രണ്ടാമത്തതാണ് വിറ്റ വില. അപ്പോൾ 7 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 8 രൂപയ്ക്ക് വിറ്റാൽ സ്വാഭാവികമായിട്ടും ലാഭമല്ലേ? അപ്പോൾ ലാഭമായതുകൊണ്ട് ലാഭശതമാനം കണ്ടുപിടിക്കാൻ ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക, പ്രോഫിറ്റിനെ 100 കൊണ്ട് ഗുണിക്കുക. 7 രൂപയ്ക്ക് വാങ്ങിച്ച് 8 രൂപയ്ക്ക് വിറ്റാൽ പ്രോഫിറ്റ് 1. സോ ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ CP. CP എന്ന് പറയുന്നത് ആദ്യം കിടക്കുന്ന സംഖ്യയാണ്, അത് 7 ആണ്. 100നെ നിങ്ങൾ 7 കൊണ്ട് ഹരിച്ചാൽ, മിക്സ്ഡ് ഫ്രാക്ഷൻ എഴുതണം കാരണം ഓപ്ഷൻ എല്ലാം മിക്സ്ഡ് ആണ്. 100നെ 7 കൊണ്ട് ഹരിച്ചാല് 1 7 7 3 0 4 7 28 ശിഷ്ടം 2 വരും. ഇനി നിങ്ങൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എഴുതണം. ആദ്യം ഹരണഫലം എഴുതുക, കോഷ്യന്റ് എഴുതണം, പിന്നെ ഡിവൈസർ എഴുതണം. ഡിവൈസറിന്റെ മുകളിൽ നിങ്ങൾ റിമൈൻഡറിനെ കൊണ്ടുവന്ന് വെക്കണം, മറക്കരുത്. കോഷ്യന്റ് ആദ്യം എഴുതണം, പിന്നീട് ഡിവൈസർ എഴുതണം. ഡിവൈസറിന്റെ മുകളിലാണ് റിമൈൻഡർ വെക്കേണ്ടത്. അതായത് ഓപ്ഷൻ C ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾ അതിന്റെ ആൻസർ എഴുതിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെ ഉള്ള ചോദ്യങ്ങളാണ് 18-ാം തീയതി പരീക്ഷയ്ക്ക് നമ്മുടെ മുമ്പിൽ നിന്നും ചോദിച്ചു മാറിയത് എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരത്തില് നമുക്ക് 10 ചോദ്യങ്ങളാണ് 18-ാം തീയതി നടന്ന പരീക്ഷയ്ക്ക് നമുക്ക് ചോദിച്ചത്.
ഇതേ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതുകൊണ്ട് ഒരു ശരാശരി നിലവാരത്തില് നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ പൊടി തട്ടിക്കൊണ്ട് പോകുന്ന ഉദ്യോഗാർത്ഥിക്ക് മാത്സിനകത്തെ 10-ൽ 10 മാർക്ക് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്.